മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വക്കീൽ പറയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസല്ലേ, അതിന് സാക്ഷികളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയണേ, എസ് ഐ പറയാണ്, ആര് പറഞ്ഞു സാക്ഷിയില്ലെന്ന്, ആശുപത്രി കിടക്കുന്നത് സാക്ഷിയാണ് എന്ന് പറയണം കേട്ടോ. പിന്നെ ഇവരുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം. ആ മാർക്കോ ഇവിടുത്തെ നിത്യ സന്ദർശകനാണ്, മാർക്കോ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മുത്തശ്ശി പറയാണ്, എന്തന്നെയാണെങ്കിലും ശരി, അവളുടെ രണ്ടാനച്ഛനല്ലേ അവളെ പൊന്നുപോലെയാണ് വളർത്തിയത് എന്ന് പറയും. ഓ, നിങ്ങൾ പൊന്നുപോലെ വളർത്തിയെന്ന് കാര്യമൊന്നും പറയണ്ട, ഇതാ പൊന്നുപോലെ വളർത്തിയ ഈ മോളിരിക്കുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. സാറേ, ഞങ്ങൾക്കൊന്നു പോയി കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കാൻ. പെൺവർഗത്തിന് തന്നെ നാണക്കേടാണ്, ഇവളെ പോലെ ഒരുത്തി ഉണ്ടായാൽ മതി എന്ന് പറയാം. ആ, പോയി കണ്ടോ, അതിനൊന്നും കുഴപ്പമില്ല, എന്തായാലും നാളെ വേണമെങ്കിൽ ജയിലിൽ പോയി കാണാമല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കും മുത്തശ്ശി പറയും, അയ്യോ, അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുമോ? പിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകാതെ മഹാലക്ഷ്മിയുടെ മൊഴിയെല്ലാം എടുത്തിട്ടുണ്ട്, നാളെ ജയിലിലേക്ക് കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയണം കേട്ടോ. അതിനുശേഷം അവർ പോവുകയാണ്, സെല്ലിൽ പോയിട്ട് കാണാൻ വേണ്ടി പോകുമ്പോൾ വാമദേവനും പ്രതാപനും ഇങ്ങനെ കിടക്കുകയായിരിക്കും കേട്ടോ. ഇവരെ കണ്ടതും വാമദേവൻ പ്രതാപനെ അങ്ങനെ വിളിക്കുകയാണ്, ഇതാ നിൻ്റെ ബന്ധുക്കാരെത്തി എന്ന് പറയണം കേട്ടോ. പ്രതാപൻ ഇങ്ങനെ കണ്ടതും തന്നെ മുത്തശ്ശിയും കരുണയും കൂടി കരയാണ് കേട്ടോ. മോളെ വിളിച്ചിട്ട് കരയാണ്, എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത് എന്ന് പറയിക്കണം കേട്ടോ. അതേസമയം വാമദേവനും പറയുന്നുണ്ട്, എന്തിനാ അങ്ങനെ ചെയ്ത്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇപ്പം ചെയ്യണ്ട എന്ന് പറഞ്ഞതല്ലേ എന്നിങ്ങനെ വാമദേവനും പറയുകയാണ് കേട്ടോ. അതേസമയം നിനക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞിരുന്നതല്ലേ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ, പ്രതാപനും മുത്തശ്ശിയും കൂടി. അതിൻ്റെ കാര്യം അവർക്കറിയില്ല. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്നെ കഷ്ടപ്പെടുത്തിയ കാരണമാണ് ഞാനിങ്ങനെ ചെയ്തത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറയണം കേട്ടോ. ഇനിയിപ്പോൾ പോലീസുകാർ ഒരുപാട് തല്ലിയോ എന്നിങ്ങനെ ചോദിക്കണം. ഒരുപാട് തല്ലി, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടാണ് അവർ തല്ലുന്നത്. ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിലേറെ വലിയ പ്രശ്നമാണ്, പുറത്തും ആൾക്കാരിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. എൻ്റെ മോനെ, ഞങ്ങളിപ്പോൾ വന്നതേ, മോള് ഇന്ന് ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഉണ്ണി പറഞ്ഞിരിക്കുന്നത്, ഉണ്ണി എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളെ സ്വീകരിക്കില്ല, അതുകൊണ്ട് ഇവൾ ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഉണ്ണിയോട് സംസാരിച്ചത്. പക്ഷേ ഉണ്ണി പോയി കഴിഞ്ഞ് ഇവൾക്കൊരു തലകറക്കമുണ്ടായി മോനെ, അത് എന്താണ് എന്ന് ചോദിച്ചിട്ട് പ്രതാപൻ അങ്ങനെ പറയണം കേട്ടോ. അതേസമയം വാമദേവൻ പറയും, ഇല്ലെങ്കിൽ തന്നെ അത്ഭുതമുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് പ്രതാപനോട് പറയും, നമ്മുടെ മോളൊരു കുഞ്ഞാവുകയാണ് എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് പ്രതാപന് കേട്ടോ. പിന്നീട് ഞങ്ങൾ കണ്ണനെയും കണ്ടു, മോഹിനിയെയും എല്ലാവരെയും കണ്ടു എന്ന് പറയേണ്ട, അവൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കാല് പിടിച്ച് അപേക്ഷിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപന് വാമദേവന് ആകെ നിരാശ തോന്നുകയാണ് കേട്ടോ. പിന്നീട് പറയാണ്, ഏതായാലും ശരി, ഞങ്ങൾ ആ വക്കീലിനോടൊന്ന് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയാണ്. അവളേതായാലും ആശുപത്രി കിടക്കുകയാണല്ലോ, എന്തായാലും പോലീസുകാർ പോയി മൊഴി എടുത്തിട്ടുണ്ടാകും, എന്താവും എന്നുള്ളത് അറിയില്ല. വീണ്ടും പറയുന്നുണ്ട് കേട്ടോ വാമദേവനും പ്രതാപനും, എന്നാലും നിനക്കിത് ചെയ്യണ്ടായിരുന്നു മോളെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ആകെ മൊത്തം കരുണയ്ക്ക് ഭയങ്കര സങ്കടമായി, ചെയ്തത് അബദ്ധമായി എന്ന് തോന്നി, പക്ഷേ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ ചെയ്തു പോയതാണ് അച്ഛാ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം അവർ പുറത്തേക്ക് വരികയാണ്. അതിന് അഡ്വക്കേറ്റിനോട് ചോദിക്കും, എന്തായി, നാളെ ജാമ്യം കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ജാമ്യം കിട്ടുമെന്ന് നോക്കാം, അങ്ങനെയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്, ഏതായാലും കുറച്ച് കൂടുതൽ പൈസ വേണ്ടി വരും, ഈ കേസ് എത്ര കാലം പോകുമെന്നുള്ളത് എനിക്കറിയില്ല എന്ന് അഡ്വക്കേറ്റ് പറയണം കേട്ടോ. അതേസമയം മുത്തശ്ശി എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എല്ലാ പൈസയും എത്ര വേണമെന്നുണ്ടെങ്കിലും തരാം, മോള് ഗൂഗിൾ പേ അയക്കും പറയും. പിന്നീട് വക്കീൽ പോയതിന് ശേഷം പറയും, അയാളിങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് മോളെ എന്ന് പറയും. എല്ലാ വക്കീൽമാരും ഇങ്ങനെ തന്നെ മുത്തശ്ശി, പൈസ കൊടുക്കാതെ നടക്കില്ല എന്ന് പറയും. അതിനുശേഷം അവർ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് കരുണ അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി വന്ന് ചോദിക്കുക, എന്താ എൻ്റെ പൊന്നുമോൾ ഇങ്ങനെ ഇരിക്കുന്നത്, വല്ല ഭക്ഷണവും കഴിക്കുക എന്ന് പറയും. മുത്തശ്ശി, ഞാനൊരു കാര്യം പറയണേ, ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട എന്ന് പറയും. അയ്യോ മോളെ, അങ്ങനെ പറയരുത്, ഈ കുഞ്ഞ് വേണം നിനക്ക്, എങ്കിൽ മാത്രമേ നിനക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്നിങ്ങനെ പറയണേ. ഈ കുഞ്ഞിനെ നോക്കാനോ ആശുപത്രി ചിലവിനോ ഒന്നിനും ഒരു പ്രാപ്തിയില്ലാത്ത ആളാണ്, പണത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ആളാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയും. എൻ്റെ മോളെ, നിനക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ, എന്തായാലും ശരി, അവൻ നിന്നെ വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഈ കുഞ്ഞിനെ നീ ഒരിക്കലും കളയരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. നിനക്ക് എത്ര പൈസ വേണമെന്നുണ്ടെങ്കിലും മുത്തശ്ശിയുടെ അടുത്ത് സ്വർണ്ണമുണ്ട്, അച്ഛൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്, അതൊക്കെ വിറ്റിട്ടാണെങ്കിലും കേസും നടത്തിയും എൻ്റെ പൊന്നു മോൾക്ക് സുഖമായി ജീവിക്കാം. അവളുടെ കാര്യം എന്താവും എന്നുള്ളത് അറിയില്ല, കണ്ണൻ കേസ് മോളെ കൊടുത്തിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയും. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ മുത്തശ്ശി എന്ന് ചോദിക്കുക. അറിയില്ല മോളെ, അവളുടെ കുഞ്ഞെന്തായാലും ഇല്ലാതാവണം,
എന്നിങ്ങനെ മുത്തശ്ശി അപ്പോഴും പ്രായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മി. അതേസമയം അനന്തവും ലേഖയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. എനിക്ക് എന്തായാലും ആശുപത്രിക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കും. ഇല്ല, എനിക്ക് എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോകണം, പോയി പ്രാർത്ഥിക്കണം, അവൾക്ക് ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, മഞ്ജുവിനെയും കൂട്ടിയിട്ട് പോകണം എന്ന് പറയുന്നു കേട്ടോ. ആ സമയം അനന്ത് പറയുന്നുണ്ട്, എനിക്കും കണ്ണനും ഇന്നത്തെ രാത്രി ഉറക്കമില്ല. കാരണം നാളെ അവർക്ക് ജാമ്യം കിട്ടാൻ പാടില്ല. കോടതിയിൽ വന്നിട്ട് അവർ മൊഴിമാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തകടം മറിയും. അവൻ്റെ അച്ഛൻ്റെ സാമീപ്യം ഉണ്ട് എന്ന് അവൻ പറയുമായിരുന്നു. അതുകൊണ്ടാണ് പ്രതാപൻ ഇങ്ങനെ വയ്യാതെ വന്നപ്പോൾ പ്രതാപൻ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞ കാരണമാണ് ഇത് അറിഞ്ഞത്. എന്തായാലും ശരി, നീ അമ്പലത്തിലേക്ക് പോയിക്കോ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് മുത്തശ്ശിക്കും കരുണയ്ക്കും ആകെ മൊത്തം സങ്കടമായിട്ട് നിൽക്കുകയാണ്. കാരണം കണ്ണൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും മോളെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ മുത്തശ്ശി കരുണയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. കരുണ ആകെ മൊത്തം പകച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ കരുണ പകച്ച് നിൽക്കുകയാണ്. ചെയ്യുകയും ചെയ്തു. ഇനി കേസായി ജയിലിൽ പോകേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോൾ കരുണയ്ക്ക് ആകെ മൊത്തം ഒരു പേടിയാവുകയാണ് കേട്ടോ. അങ്ങനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?